അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. വീണ്ടും ഷഹന എന്ന പൊന്നുമോൾ ആത്മഹത്യ ചെയ്ത ആ ഒരു രംഗം വളരെ ഞെട്ടലോടു കൂടിയാണ് സമൂഹം കേട്ടത്. പ്രിയമുള്ളവർ, എത്ര വാർത്തകളാണ്. ഷഹനയുടെ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു. വിവാഹം കഴിഞ്ഞ് 2 വർഷമേ ആയിട്ടുള്ളൂ. ഷഹന 8 മാസത്തെ ഗർഭിണിയാകുമ്പോൾ തന്നെ പീഡനം തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം സ്വർണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് വീണ്ടും ഷഹനയുടെ ജീവിതത്തിൽ വലിയ 8 മാസത്തെ ഗർഭിണിയാകുമ്പോൾ തന്നെ ഇവളൊന്ന് ഒഴിവാക്കി തരി, നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാമെന്ന് ഭർത്താവ് വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഉമ്മ പറയുന്നുണ്ട്, ആ സമയത്ത് ഞങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ പൊന്നുമോൾ ഇന്നും ഉണ്ടാവുമായിരുന്നു. എന്നിട്ട് പ്രസവമെല്ലാം കഴിഞ്ഞു. ഇന്നലെ തൻ്റെ വീട്ടിലേക്ക് പോയി ഭർത്താവിൻ്റെ ഉമ്മയുടെ പീഡനം സഹിക്കാൻ കഴിയാതെ 3 മാസത്തോളം ഉമ്മയുടെ വീട്ടിൽ കഴിയുകയാണ്. ആ സമയത്താണ് ഭർത്താവ് കാറിൽ വന്നുകൊണ്ട് തൻ്റെ അനിയൻ്റെ മകൻ്റെ ബർത്ത്ഡേ ഉണ്ട്, അതിലേക്ക് നീ വരണമെന്ന് ഭീഷണിപ്പെടുത്തുകയും, കാരണം അവിടെ പോയാൽ നാണക്കെടുമല്ലോ, നിൻ്റെ ഭാര്യ എവിടെ, മക്കൾ എവിടെ എന്ന് ചോദിച്ചാൽ എന്താ പറയുക. അതിനൊരു പരിഹാരം, നാട്ടുകാരുടെ മുമ്പിൽ ഒരു അഭിമാനം നടിക്കാൻ വേണ്ടി അവൻ ചെയ്ത പ്രയത്നം. ഷഹനയാണെങ്കിലോ ആ വീട്ടിലേക്ക് പോകാനുള്ള ഒരു മനസ്സുമില്ലാതെ വീട്ടിൽ കഴിയുകയാണ്. ഇത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ പണത്തിൻ്റെ അഹംഭാവം കൊണ്ട് വീട്ടിലേക്ക് കയറി ആ 1.5 വയസ്സുള്ള കുഞ്ഞുമോനെ പിടിച്ച് വലിച്ച് എടുത്തു കൊണ്ടുപോകുന്ന വല്ലാത്ത രംഗം. ഇത് കണ്ട് സഹനക്ക് സഹിക്കാൻ കഴിയാതെ അവൾ ജീവനെടുക്കുന്നു. ആ പിഞ്ചു കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിന് എവിടെ നിന്നാണ് ഇവന് മുലപ്പാൽ നൽകുക? എൻ്റെ പ്രിയമുള്ളവരെ, തൻ്റെ കയ്യിൽ സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന അഹങ്കാരം, ഇത് സഹിക്കാൻ പറ്റാത്ത സഹന ജീവനെടുക്കുന്നുണ്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള ജീവനെടുക്കൽ കൊണ്ടോ 1-2 ദിവസങ്ങൾ ചില മാധ്യമങ്ങൾ സഹന ജീവനൊടുക്കി എന്ന് വാർത്ത വരുമെന്നല്ലാതെ ഇതിൻ്റെ പരലോകം ശിക്ഷകളൊക്കെ പരിശുദ്ധ ഖുർആനൊക്കെ ഹദീസിലൊക്കെ വളരെ ശക്തമായി പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരിക്കലും ഇത്തരത്തിലുള്ള ചെയ്തികൾ നാം ചെയ്യരുത്. ഖാലിദൻ മുഖല്ലദ എന്നൊന്നുമാണ് വിശുദ്ധ ഖുർആൻ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. ശിക്ഷയുടെ ഗൗരവം ഖാലിദൻ മുഖല്ലദ എന്ന് പറഞ്ഞാൽ, ഞാൻ ജീവനെടുക്കുമ്പോൾ ഏത് സ്ഥിതിയിലാണ് അതുപോലെയാണ് പരലോകത്ത്. ജീവിതം എന്നുള്ളത് പൊരുതി നേടാനുള്ളതാണ്. കാരണം ഇതുകൊണ്ട് ആഖിറവും നഷ്ടപ്പെട്ട് ദുനിയാവ് രണ്ടും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അസഹനയുടെ ജീവിതം നോക്ക്. കാരണം പരലോകത്തെ ജീവിതം ഓർക്കുമ്പോൾ അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, തീർച്ചയായും അള്ളാഹു പൊരുത്തു കൊടുക്കും. നാം പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഗഫൂറും ഗഫാറാണ്. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഷഹനെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. കാരണം ആ ഒരു പ്രതിസന്ധിയിൽ, ആ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നില്ലാതെ തൻ്റെ മനോനിലം തെറ്റി ബോധം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാകുമ്പോൾ തൻ്റെ കുഞ്ഞുമോനെ പിടിച്ചു കൊണ്ടുപോകുന്ന ആ രംഗം, അവരെന്തും ചെയ്യും കൊണ്ടുപോയി. കാരണം അവർക്ക് ഒരു മനുഷ്യത്വം എന്ന് പറയുന്നതില്ലാത്തൊരു കരുണയില്ലാത്തൊരു കുഞ്ഞിനെ കൊന്നുകളയാൻ ഒരു സാധ്യതയുണ്ട്. ഇത്രയും പ്രശ്നങ്ങളായി ഇതിനൊരു കേസെടുക്കുകയോ ഒന്നുമില്ലല്ലോ, പോലീസുകാർ അവഗണിക്കുകയാണ് ചെയ്തത്. ഒരു ആത്മഹത്യയുടെ പോലെയാണ് ഇതിനെ കാണുകയും ചെയ്തു. ആ കുടുംബത്തിനൊരു സങ്കടം നോക്കൂ. പോലീസുകാർ ഇതിനെതിരെ ഒരു പ്രതികാരവും അല്ലെങ്കിൽ ഒരു മൊഴിയെടുക്കലും ഒന്നും ചെയ്യാതെ ഇത്തരത്തിലുള്ള ഈ രീതിയിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൊണ്ട് സംഭവിക്കുന്നത് കൂടുതൽ അക്രമങ്ങൾ കൂടിപ്പോകും. ഇത്തരക്കാർക്ക് തക്കതായ ശിക്ഷ നൽകുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭയത്തിൻ്റെ പേരിലെങ്കിലും അവരെ പിടിച്ചു നിർത്താനും സാധ്യതയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ആത്മഹത്യയുടെ, അതുപോലെ പീഡനയുടെയും അക്രമത്തിൻ്റെയും സംഖ്യ കൂടിക്കൂടി വരും. കാരണം ആരും ചോദിക്കാറില്ല, കേൾക്കാറില്ല, ആക്രമിക്കുക, വീണ്ടും കല്യാണം കഴിയുക, ഇങ്ങനെ തുടരും. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം. ഇതിനെതിരെ ആ കുടുംബം നടു റോട്ടിൽ നിന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. കാരണം മയ്യത്തിനെ പിടിച്ചിട്ടാണ് പ്രതിഷേധിക്കുന്നത്. ഇതിനെതിരെ തീർമാനമായിട്ട് തന്നെ ഈ മയ്യത്ത് അടക്കുകയുള്ളൂ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാവങ്ങളായ എത്രയോ ആളുകളുണ്ട് ആത്മഹത്യ ചെയ്ത് അവർ മരമാടി എന്നല്ലാതെ അതിനെതിരെ ആ ഭർത്താവ് വീണ്ടും മറ്റൊരു കല്യാണം കഴിഞ്ഞ അടുത്താണല്ലോ ഒരു ഉസ്താദിൻ്റെ മകള്
ആത്മഹത്യ ചെയ്തു മരണപ്പെട്ടു. 3 ദിവസം കഴിയുമ്പോൾ അവൻ വീണ്ടും വേറെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ സുഖമായി കഴിയുന്നുണ്ട്. ആ കുടുംബത്തിൽ മകൾ നഷ്ടപ്പെട്ടു. അതിൻ്റെ പിന്നിൽ ആ ഉസ്താദ് കേസ് കൊടുക്കാനും ഒന്നും പോയില്ല, അവിടെയൊക്കെ തീർന്നു. കേസ് കൊടുത്താൽ പിന്നെയോ അതൊരു സാധാ ഒരു ആത്മഹത്യക്ക് ൻ്റെ വിഷയമായിട്ടാണ് കണക്കിലെടുക്കുക. കാരണം ഇവിടെ എന്ത് നഷ്ടപ്പെട്ടു? ദുനിയാവ് നഷ്ടപ്പെട്ടു. ദുനിയാവിന് അവഗണന കിട്ടി. ഒരു കേസെടുക്കലോ അല്ലെങ്കിൽ അവർ ചോദ്യം ചെയ്യലോ ഒന്നും നടന്നില്ല. അവർ വേറെ കല്യാണം കഴിഞ്ഞു, സുഖമായി കഴിഞ്ഞു. പരലോകത്തിൻ്റെ അവസ്ഥയോ വളരെ ഗൗരവത്തോടു കൂടി പറയുന്നുണ്ട്. ഒരു ജീവൻ എടുക്കുക, ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെ കൊന്നതുപോലെ എന്നാണ്. ഒരാളെ കൊന്നാൽ സ്വന്തം ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് എത്ര വലിയ പ്രതിസന്ധിയിൽ പോലും നാം ജീവൻ എടുക്കരുത്. ആ മരണത്തോടു കൂടി തൂങ്ങി മരിക്കുക എന്ന് പറഞ്ഞാൽ ആ മരിക്കലോടുകൂടി തുടങ്ങിക്കഴിഞ്ഞ ശിക്ഷ. ആ ഖബറിൽ കൊണ്ടുപോകുമ്പോൾ ചോദിക്കാൻ തുടങ്ങി, എന്തിനാണ് നീ ജീവൻ ഒടുക്കിയത്? മറുപടി പറയണം. നിന്നെക്കാൾ എത്രയോ പ്രയാസങ്ങൾ കഴിഞ്ഞ ഒരുപാട് സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ അവിടെ ഉണ്ട്. അവരൊന്നും ജീവനൊടുക്കില്ലല്ലോ. അതിൻ്റെ മൂലക്ക് പോലും എത്തുന്ന പ്രയാസമല്ലല്ലോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ജീവനൊടുക്കുക പരിഹാരമല്ല. അവന് വേണ്ടാന്ന് പറഞ്ഞാൽ ഒഴിവാക്കി വീട്ടിൽ കഴിയുക, വേറെ എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കുക എന്നല്ലാതെ. കാരണം ഈ ജീവനൊടുക്കൽ കൊണ്ട് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. നീ ജീവനൊടുക്കലോട് കൂടി നിന്നെക്കുറിച്ച് നിൻ്റെ അയൽവാസികൾ, നിൻ്റെ കൂട്ടുകാർ, നിൻ്റെ കുടുംബക്കാരൊക്കെ വിചാരിക്കുന്നത് എങ്ങനെയാണ്? ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ ആ രീതിയിലാണ്. നിന്നെ മോശമായി ചിന്തിക്കുന്നു. നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും അള്ളാഹു പൊരുത്തു തരട്ടെ, ഖബർ വിശാലമാക്കട്ടെ. വലിയ സങ്കടമുണ്ട് ഈ മരണം. കാരണം ഇതിൻ്റെ വിഷയത്തിൽ തീർച്ചയായും ആ ഭർത്താവും ഉത്തരവാദിയാണ്. ഭർത്താവ് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയേണ്ടി വരും ഉത്തരം. കാരണം നീ ഒരു കാരണക്കാരനാണ്. നീ ഇതിൻ്റെ ശിക്ഷ മരിക്കുന്നതിന് മുമ്പ് അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എത്രത്തോളം പ്രയാസത്തിൽ കഴിയുന്ന എത്രയോ കുടുംബങ്ങൾ ഇന്നും ജീവിക്കുന്നുണ്ട്. എത്ര സഹോദരിമാരുണ്ട്. ഒരിക്കലും ജീവനൊടുക്കുന്നത് പരിഹാരമല്ല. ജീവനൊടുക്കുക എന്ന് പറഞ്ഞാൽ നീ ദുനിയാവിൽ അവൻ്റെ പീഡനം മാത്രമാണ് അനുഭവിക്കുന്നത്. അവൻ്റെ ഭാഗത്തുനിന്നുള്ള പീഡനങ്ങളും അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ ഭാഗത്തുനിന്നുള്ള പീഡനങ്ങളും അത് നിരന്തരമായ ശിക്ഷയായിരിക്കില്ല. ചിലപ്പോൾ ഇടക്കിടക്ക് കുത്തുവാക്കുകൾ പറയുന്നുണ്ടാകാം. പക്ഷെ അതങ്ങനല്ലല്ലോ. മരിക്കൽ എന്ന ആ സെക്കൻഡോടുകൂടി തുടങ്ങിയ ഭീകരമായ ശിക്ഷ. പിന്നെ വിചാരിക്കും, ഞാൻ എന്തിന് റബ്ബേ ജീവനൊടുക്കി? ഞാൻ അവിടെ തന്നെ ഇരുന്നെങ്കിൽ. ഇതിനേക്കാൾ അമ്മായിൻ്റെ പ്രശ്നം ഒരു വിഷയമല്ല, ഭർത്താവിൻ്റെ പ്രശ്നം ഒന്നുമല്ല. അതിനേക്കാൾ ഭീകരമാണ് പരലോകമെന്നുള്ളത് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മരിക്കുന്ന സമയത്ത് അള്ളാഹു ഈമാൻ സലാമത്ത് നൽകട്ടെ. ആ പൊന്നുമോൾ സഹനാക്ക് അള്ളാഹു നീതി നൽകട്ടെ. ആ ഭർത്താവിന് തക്കതായ ശിക്ഷ അള്ളാഹു നൽകട്ടെ. ഇതിനെതിരെ ശക്തമായ ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇതിനെതിരെ വലിയ പ്രതിഷേധം നടത്തണം. ശക്തമായ ഇടപെടൽ ഉണ്ടായാൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ പീഡന കേസുകൾ കുറയും. സ്ത്രീകൾ ഇത്തരത്തിലുള്ള പീഡന കേസുകളുമായി പോലീസിൻ്റെ അരികിൽ കേസുമായി വരുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടി എടുക്കുമ്പോൾ ആ ഭർത്താവിന് മറ്റുള്ളവരെ പേടിയില്ലെങ്കിൽ ആ പോലീസുകാരെങ്കിൽ ഒരു ഭയം പേടി ഉണ്ടാകും. അതിനെതിരെ മുന്നോട്ട് വരേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ മുന്നോട്ട് വന്നില്ല എങ്കിൽ തീർച്ചയായും പൊന്നുമക്കൾ വിവാഹം കഴിച്ച് കൊണ്ടുപോയവർക്ക് ചോദിക്കാനും കേൾക്കാനും ആരില്ല എങ്കിൽ അവരെന്തും ചെയ്യും. കാരണം ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ സർവ്വാധികാരം നടത്തുന്ന ഒരവസ്ഥയിലാണ് വീട്ടിൽ അവർ ചെയ്യുന്നതൊക്കെ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.